ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മുടെ ചലഞ്ച് ഡേ 3 ആണ്. ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് ആണ് ഇന്ന് എടുത്തിരിക്കുന്നത്. എപ്പോഴും ഇത്രയും നാളും അരി പൗഡർ ഉണ്ടായിരുന്നു, മീൻസ് അരിപ്പൊടി ഉണ്ടായിരുന്നു. നമ്മളിന്ന് അത് ഒഴിവാക്കിയിട്ട് നമ്മൾ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി ഞാൻ ഓൾറെഡി ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് വാഷ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഇടുന്ന ഒരു ഫേസ് പാക്കാണ്, നിങ്ങൾക്കറിയാം, ഇപ്പോൾ എല്ലാ വീഡിയോയിലും പറയുന്ന ഒരു ഫേസ് പാക്കാണത്. ഞാനത് ഫസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടും ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഫേസ് മാസ്ക് ആണ്. നമ്മൾ ഫേസ് മാസ്ക് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ഫസ്റ്റ് ഡേ മാത്രം നമ്മൾ സ്ക്രബ് യൂസ് ചെയ്ത്, പിന്നെ നമ്മൾ സ്ക്രബ് ഇങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പോൾ ഇടുന്ന ഒരു ഫേസ് മാസ്കും പിന്നെ ഈ ഒരു ഫേസ് പാക്കും ആയിരിക്കും നമ്മൾ ഇടുന്നത്. അപ്പോൾ ഗൈസ്, നമുക്കിതിന് നമുക്കിതിന് വേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് കടലമാവ്. ഓക്കെ, പിന്നെ നമ്മൾ സ്ഥിരം കോഫി പൗഡർ, പിന്നെ ഒരു മുൾട്ടാനി മിട്ടി. ഓക്കെ, മുൾട്ടാനി മിട്ടി, പിന്നെ തൈര്. ഓഫ്കോഴ്സ് തൈര്, വേറൊന്നും എടുക്കാറില്ല. അപ്പോൾ ഗൈസ്, നമുക്കിന്ന് അത് റെഡിയാക്കാം. ആക്ച്വലി നമ്മൾ ഇന്ന് കടലമാവാണ് കൂടുതൽ എടുക്കുന്നത്. ആക്ച്വലി നമുക്ക് കടലമാവ് നല്ല ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഫോർ സ്കിൻ, മീൻസ് ടാൻ റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ പിഗ്മെൻറ്റേഷൻ കുറച്ച് ഡാർക്ക് സ്പോട്ടൊക്കെ കളഞ്ഞ് അത്യാവശ്യം നല്ലൊരു ഈവൻ ടോൺ തരാനായിട്ട് കടലമാവ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ ഇപ്രാവശ്യം കടലമാവ് കുറച്ച് ഹൈപ്പാക്കി വെച്ചത്. നമുക്കിത് ഉണ്ടാക്കാം. നമ്മുടെ കടലമാവ് ഇതിനകത്തേക്ക് ഇടുവാണ്. കടലമാവ് ഈവൻ വെച്ചിട്ട് ബുദ്ധിമുട്ടാണ്. കടലമാവ് കുറച്ചധികം എടുക്കുന്നുണ്ട്, കാരണം കടലമാവ് ഇത്ര എടുത്തിട്ടുണ്ട്. നമ്മളിതിലേക്ക് കോഫി പൗഡർ ഇടുവാണ്. കുറച്ച് കോഫി പൗഡർ ഇട്ടിട്ടുള്ളതുണ്ടോ, കാരണം നമുക്ക് മുൾട്ടാനി മിട്ടി കുറച്ച് ഇടുന്നത് നല്ലതാണ് ഗൈസ്. അപ്പം മുൾട്ടാനി മിട്ടി കുറച്ചും കൂടെ ഇടാൻ ഓർത്തു ഗൈസ്. അടുത്തത് മുൾട്ടാനി മിട്ടിയാണ്. പാക്കിങ് കൊള്ളാം അല്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ട ഗൈസ് ഇതിൻ്റെ പാക്കിങ്. ഇത് മണം നല്ല മണം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെത്. പിന്നെ കോഫി പൗഡർ, അങ്ങനത്തെ കുറച്ച് സാധനത്തിൻ്റെയൊക്കെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേസുന്നത് മുൾട്ടാനി മിട്ടി കുറച്ച് ഇടുന്നുണ്ട്. ഓക്കെ, നമ്മുടെ കോഫി പൗഡർ കവർ ചെയ്താണ് മുൾട്ടാനി മിട്ടി എടുത്തിരിക്കുന്നത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഗൈസ്, നമ്മളിത് ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഫേസിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിത് ഈ ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് കഴുകിക്കളയാം. ആക്ച്വലി നമ്മളിന്ന് എക്സ്ട്രാ ആയിട്ട് എല്ലാ ദിവസവും ചെയ്യുന്നതിൽ, അല്ലെങ്കിൽ ഈ മുന്നേ ചെയ്തതിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് എടുത്തിരിക്കുന്നത് മുൾട്ടാനി മിട്ടിയാണ്. മുൾട്ടാനി മിട്ടിയുടെ യൂസ് എന്താണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. അത്യാവശ്യം നല്ല കോംപ്ലക്ഷനൊക്കെ തരാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് മുൾട്ടാനി മിട്ടി. അപ്പോൾ ഗൈസ്, നമുക്കിതൊന്ന് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് കഴുകിക്കളയാം. ഭയങ്കര ഒരു റിഫ്രഷിങ് ഫീൽ ഉണ്ട് കേട്ടോ ഗൈസ്. ഇത് ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉണ്ട് ഇതിടുമ്പോൾ. അപ്പോൾ ഗൈസ്, നമുക്കിതൊന്ന് കഴുകി കളഞ്ഞിട്ട് നമുക്ക് വേറൊരു കാര്യം കൂടെ ചെയ്യണം. നമ്മളത് ആ ഒരു ഫേസ് പാക്ക് ഇട്ടതൊന്ന് വാഷ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ ഇച്ചിരി റോസ് വാട്ടർ എടുക്കാം, ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് ഗൈസ് നല്ല രീതിക്ക് ഫേസിൽ ഇങ്ങനെ തേച്ച് കൊടുക്കാം. ഗൈസ്, ഉറപ്പായിട്ട് നിങ്ങളുടെ സ്കിൻ ഭയങ്കരമായിട്ട് മോയ്സ്ചർ ആവും. പിന്നെ അത്യാവശ്യം ഇപ്പം ഇട്ടതിന് കുറച്ചും കൂടെ റിസൾട്ട് വേണമെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്താൽ മതി ഗൈസ്. ആക്ച്വലി റോസ് വാട്ടർ നമ്മുടെ സ്കിന്നിന് ഭയങ്കര നല്ലതാണ്. കുറേ ഗുണങ്ങളുണ്ട്. മോയ്സ്ചർ ചെയ്യുന്നത് മാത്രമല്ല, അതിലധികം ഗുണങ്ങളുണ്ട് റോസ് വാട്ടറിന്. ഇനി ഞാൻ നിങ്ങൾക്ക് ഗ്ലോവിങ് ബ്രൈറ്റ് സ്കിൻ, ഇല്ലെങ്കിൽ നല്ലൊരു ഈവൻ ടോൺ കിട്ടാനായിട്ടുള്ള കുറച്ച് ഫുഡ് സപ്ലിമെൻറ്റ്സ് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. കാരണം നമ്മൾ ഈ പുറമേ ഇടുന്നത് മാത്രമല്ല നമുക്ക് വേണം, നമുക്ക് ഉള്ളിൽ കൂടെ സപ്ലിമെൻറ്റ്സ് കൊടുത്താൽ നല്ലൊരു എഫക്റ്റ് ഉണ്ടാവുകയുള്ളൂ. ഫസ്റ്റ് എന്ന് പറയുന്നത് വിറ്റമിൻ സി ആണ്. നമ്മുടെ സ്കിന്നിന് നമ്മൾ സെറം യൂസ് ചെയ്യാറുണ്ടല്ലോ, വിറ്റമിൻ സിയുടെ സെറം യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ വിറ്റമിൻ സിയുടെ സെറം ഫേസ് യൂസ് ചെയ്യുന്നത് പോലെ ഇൻടേക്കും അതേപോലെ അത്യാവശ്യമുള്ളത് തന്നെയാണ്. നമ്മൾ സ്കിന്നിന് ഇടുമ്പോൾ നമ്മൾ ഉള്ളിൽ കൂടെ കുറച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഈ വിറ്റമിൻ സിക്ക് നമ്മൾ എടുക്കുന്ന ഫുഡ് സപ്ലിമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ നെല്ലിക്ക നല്ലതാണ്. വിറ്റമിൻ സി ഉള്ള ഒരു ഫ്രൂട്ടാണ് നെല്ലിക്ക, അല്ലെങ്കിൽ വെജിറ്റബിളോ എനിക്ക് അറിയില്ല. നെല്ലിക്ക ഫ്രൂട്ടാണ് വെജിറ്റബിൾ, എനിക്കൊന്ന് ഫ്രൂട്ടാണെന്ന് തോന്നുന്നു നെല്ലിക്ക. ഓക്കെ, അപ്പം നെല്ലിക്ക നല്ലതാണ്. അതുപോലെ തന്നെ ഓറഞ്ച്, വേറെ ഒന്നും വേണം, നമുക്ക് ഓറഞ്ച് മതി ഗൈസ്. എന്തായാലും വിറ്റമിൻ സി ഭയങ്കര കൂടുതലുള്ളൊരു ഫ്രൂട്ടാണ് ഓറഞ്ച് എന്ന് പറയുന്നത്. ഓറഞ്ചിൻ്റെ
ജ്യൂസ് കുടിക്കാൻ നല്ലതാണ്, ഓറഞ്ച് ഡെയിലി എടുക്കുന്നത് നല്ലതാണ് ഗൈസ്. അപ്പോൾ ഓറഞ്ച്, പിന്നെ പേരയ്ക്കും നല്ലതാണ് ഗൈസ്. ഇതാണ് നമ്മൾ വിറ്റാമിൻ സിക്ക് വേണ്ടി എടുക്കേണ്ട കുറച്ച് ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. അടുത്തതെന്ന് വെച്ചാൽ ഗൈസ് ഗ്ലൂട്ടാത്തയോണിനാണ്. ആക്ച്വലി നമ്മൾ ഈ ക്ലിനിക്കിലൊക്കെ പോയിട്ട് നമ്മൾ IV കയറ്റുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഗ്ലൂട്ടാത്തയോണിൻ ഫുഡ് കഴിക്കാൻ. അതായത് ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് ഇല്ലെങ്കിൽ കുക്കുംബർ, ഇതാണ് ഗ്ലൂട്ടാത്തയോണിന് വരുന്നത്. മീൻസ് ഇൻടേക്ക് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഗ്ലൂട്ടാത്തയോൺ ഇതാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇതൊരു 3ഉം കൂടെ ഒരു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആക്കാം, ഇല്ലെങ്കിൽ ജ്യൂസ് ആക്കി കുടിക്കാം. അപ്പം ഇത് വിറ്റാമിൻ സിയുടെ കൂടെ ആകുമ്പോൾ ഗൈസ് ഇത് പക്കായിട്ട് വർക്ക് ചെയ്യും, നല്ല റിസൾട്ട് ഉണ്ടാവും. ഈ വിറ്റാമിൻ സി ആയ ഓറഞ്ചോ അല്ലെങ്കിൽ ഗുവാവ അല്ലെങ്കിൽ നെല്ലിക്കയൊക്കെ കഴിക്കുന്നതിന് കൂടെ ഈ ജ്യൂസ് കൂടെ ABC ജ്യൂസ് എന്ന് പറഞ്ഞതിന് പറയുന്നത് ആക്ച്വലി അതൊരു നാച്ചുറൽ ഗ്ലൂട്ടാത്തയോണിനാണ്. നമ്മൾ IV ഒക്കെ എടുക്കുന്നത് എല്ലാവർക്കും അഫോർഡബിൾ അല്ല, എന്നെപ്പോലത്തെ ഒന്നും അഫോർഡബിൾ അല്ല. കാരണം കുറേ സാധാരണക്കാരുണ്ട് ഇവിടെ, അപ്പോൾ അവർക്കൊന്നും അഫോർഡബിൾ അല്ലാത്തൊരു സംഭവമാണ് ഗ്ലൂട്ടാത്തയോണിൻ്റെ IV എന്ന് പറയുന്നത്. അത് നിങ്ങൾക്ക് ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് എടുക്കാം. ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ് അല്ലെങ്കിൽ കുക്കുംബർ, ഇതിലേതെങ്കിലും നിങ്ങൾക്ക് കുക്കുംബറോ ക്യാരറ്റ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. ഇത് 3ഉം കൂടെ നമ്മൾ ഫുഡായിട്ട് കഴിക്കുക അല്ലെങ്കിൽ ജ്യൂസായിട്ട് കുടിക്കുക നമുക്ക് ചെയ്യാം. ഇനി കഴിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ വിറ്റാമിൻ E ആണ്. ഇപ്പം നമ്മൾ വിറ്റാമിൻ സി പറഞ്ഞു, ഗ്ലൂട്ടാത്തയോണിൻ പറഞ്ഞു, വിറ്റാമിൻ ഇ എന്ന് പറയുന്നത് കൂടുതലും ഗ്രീൻ ഫുഡ് അല്ലെങ്കിൽ ഗ്രീൻ വെജിറ്റബിൾസിൽ നിന്നായിരിക്കും കൂടുതലും വിറ്റാമിൻ E കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതലും പറയാൻ പറ്റുന്നത് സ്പിനാച്ച് പോലത്തെ ലീഫി ഫുഡൊക്കെ ഇല്ല, അതിനകത്ത് എന്തായാലും വിറ്റാമിൻ E ഉണ്ടാവും. എനിക്കറിയാം ആർക്കും അങ്ങനെ കഴിക്കുന്ന ഇഷ്ടമല്ല, സ്പിനാച്ച് ഒന്നും നമ്മൾ ഫുഡിലൊന്നും ഉൾപ്പെടുത്തുന്ന സാധനമേ അല്ല, മിക്കവരും ഫുഡിൽ ഉൾപ്പെടുത്താത്തൊരു സംഭവമാണ് സ്പിനാച്ചൊക്കെ. പക്ഷേ ഗൈസ് നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം നല്ലൊരു കോംപ്ലക്ഷൻ തരുന്ന ഒരു സംഭവമാണ് വിറ്റാമിൻ E. നമ്മൾ കൂടുതലും മെഡിസിൻ ആയിട്ട് എടുക്കുന്നതിനെക്കാട്ടി എന്തുകൊണ്ട് നല്ലതാണ് ഗൈസ് ഫുഡിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ സംഭവം കൂട്ടുന്നത്. മെഡിസിൻ കുറേ കഴിക്കാൻ അത്ര നല്ലതല്ല. ഇപ്പോൾ വിറ്റാമിൻ ടാബ്ലറ്റ്സ് ആണെങ്കിലും എന്താണെങ്കിലും മെഡിസിൻ ഒഴിവാക്കിയിട്ട് മാക്സിമം നിങ്ങൾ ഫുഡിൽ തന്നെ ഫോക്കസ് ചെയ്യുക. പിന്നെ ഒട്ടും കഴിക്കാൻ പറ്റില്ല, എനിക്ക് ഇഷ്ടമല്ല എന്നുള്ളവർക്ക് ആൽമണ്ട്സ് കഴിക്കാം ഗൈസ്. അതുപോലെ തന്നെ നട്ട്സൊക്കെ കഴിക്കാം, നട്ട്സിലൊക്കെ വിറ്റാമിൻ E ഉണ്ട്, അപ്പോൾ അതും നിങ്ങൾക്ക് എടുക്കാം. ഇപ്പോൾ നമ്മൾ 3 പറഞ്ഞത്. ഇനി നമ്മുടെ സ്കിന്നിന് വേണ്ട ഒരു സംഭവമാണ് ഗൈസ് സിങ്ക് എന്ന് പറയുന്നത്. നമ്മുടെ സ്കിന്നിന് അത്യാവശ്യം ആ ഡൾനെസ് ഒക്കെ മാറി ആ ഒരു നല്ലൊരു ബ്രൈറ്റ്നെസ് കിട്ടാൻ വേണ്ട ഒരു സപ്ലിമെൻ്റാണ് സിങ്ക് എന്ന് പറയുന്നത്. സിങ്ക് നമുക്ക് ഓട്സ് കഴിക്കാം, പംകിൻ സീഡ്സ് കഴിക്കാം, അങ്ങനത്തെ കുറച്ച് എനിക്കൊന്ന് സിങ്കിന് കുറവാണെന്ന് തോന്നുന്നു ഫുഡും സോഴ്സൊക്കെ. അപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഓട്സോ അല്ലെങ്കിൽ പംകിൻ സീഡ്സോ നിങ്ങൾക്ക് അങ്ങനത്തെ എന്തെങ്കിലും എടുക്കാം. നമ്മുടെ ഒരു നാച്ചുറൽ ഗ്ലോ അപ്പ് എന്ന് പറയുന്നത് 30 to 90 days ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ഇത്രയും ദിവസം സപ്ലിമെൻറ്റ്സ് മാത്രം എടുത്താൽ പോരാ, നമ്മുടെ സ്കിന്നിന് നമ്മൾ പുറമേ നിന്നും കൊടുക്കണം, ഉള്ളിൽ നിന്ന് സപ്ലിമെൻറ്റ്സ് കൊടുക്കണം. അതുപോലെ തന്നെ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ഒരു 3 ലിറ്റർ എങ്കിലും വാട്ടർ നിങ്ങൾ പെർ ഡേ കുടിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഗ്ലോവിങ് സ്കിൻ ഉണ്ടാകും. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുന്ന ആളുടെയും അതുപോലെ തന്നെ ഒട്ടും ഹൈഡ്രേറ്റഡ് അല്ല, വെള്ളം കുടിക്കുന്നത് തന്നെ ഒരു ദിവസം കുടിക്കുന്ന ഭയങ്കര കുറവാണ് എന്നുള്ള ഇപ്പോൾ ചിലവരുണ്ട് 750 ml പോലും കുടിക്കാത്ത ആൾക്കാരുണ്ട് പെർ ഡേ. അപ്പോഴത്തേക്കും അങ്ങനെയുള്ളവരുടെ സ്കിൻ ഗൈസ് നല്ല ഡിഫറൻസ് ഉണ്ടാകും. ഈ ഹൈഡ്രേറ്റഡ് ആയിട്ടുള്ള ആളുടെ സ്കിൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും, ഡ്രൈനെസ് കാണില്ല, ഇങ്ങനത്തെ പൊരിഞ്ഞു വരുന്ന സംഭവം ഉണ്ടല്ലോ കാലിൻ്റെ ഒക്കെ അവിടെ, അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. സ്കിൻ ഭയങ്കര ഗ്ലോവിങ് സ്മൂത്ത് ഒക്കെ ആയിരിക്കും. പക്ഷേ ഈ ഹൈഡ്രേറ്റഡ് അല്ലാത്ത ആളുടെ സ്കിൻ എന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര നമുക്ക് തൊലി കാണുമ്പോൾ തന്നെ മനസ്സിലാവരുടെ ഹൈഡ്രേറ്റഡ് ആണ്, അവർക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടോ എന്നുള്ള കാര്യം. കാരണം ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഇങ്ങനെ ചുക്കി ചുളുങ്ങിയിരിക്കും. അതുപോലെ തന്നെ മെയിനായിട്ട് ഈ ഡീഹൈഡ്രേഷൻ കൂടുതലും നമ്മളെ എഫക്റ്റ് ചെയ്യുക നമ്മുടെ കാലും കൈയും. അതായത് പൊടിയോടും സണ്ണിനോടൊക്കെ എക്സ്പോഷർ കൂടുതൽ കിട്ടുന്ന ഏരിയ ആണ് നമ്മുടെ കൈയും കാലും എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കൈയും കാലും കണ്ടറിയാൻ പറ്റും കേസ് നിങ്ങൾ ഹൈഡ്രേറ്റഡ് ആണോ അല്ലെങ്കിൽ ഡീഹൈഡ്രേറ്റഡ് ആണോ എന്നുള്ളത്. വേറൊരു ടിപ്പ് എന്താണെന്ന് വെച്ചാൽ ആഗ്നെ പ്രോണോ അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷനൊക്കെ പെട്ടെന്ന് വരുന്ന സ്കിന്നാണ് നിങ്ങളുടെ എങ്കിൽ ഗൈസ് നിങ്ങൾ മാക്സിമം ഷുഗർ, ഫ്രൈഡ് ഫുഡ്സ് അതുപോലെ തന്നെ ഡയറി ഫുഡ്സൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക. പിന്നെ ഗൈസ് നമ്മൾ ഇത്രയൊക്കെ ചെയ്ത് എന്നിട്ട് ഞാൻ ഇത്ര ഇതൊക്കെ കഴിച്ചു അങ്ങനെയൊക്കെ കഴിച്ച് എനിക്ക് മാറുന്നില്ല എന്ന് പറയുന്നവരോട് ഗൈസ് കൺസിസ്റ്റൻസി ഈസ് ദ കീ. കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ എല്ലാത്തിനും എന്തിനാണ് ഒരു റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ നല്ലൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ നിങ്ങൾ മാക്സിമം സ്കിന്നിന് പുറമേ നിന്നാണെങ്കിലും വിത്തിനുള്ളിൽ നിന്നാണെങ്കിലും അതുപോലെ നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതൊക്കെ ഒരു കൺസിസ്റ്റൻസി തന്നെ ചെയ്യണം.
ഇല്ലെങ്കിൽ ഒരു റിസൾട്ട് ഉണ്ടാവില്ല. ഇന്ന് ചെയ്തിന് നാളെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്ന ഒരു കൺസിസ്റ്റൻസി ഇല്ലാണ്ട് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ ഗൈസ്, ഇത്രയുള്ള നമ്മുടെ വീഡിയോ. ഇതൊക്കെയാണ് കുറച്ച് ടിപ്സും പിന്നെ ഇന്നത്തെ നമ്മുടെ Day 3 ചലഞ്ചായിരുന്നു. അപ്പോൾ ഗൈസ്, ഇനി അടുത്ത വീഡിയോ നമ്മുടെ Day 4 ചലഞ്ചായിട്ട് ഞാൻ നാളെ വരാം. ആക്ച്വലി ഗൈസ്, നിങ്ങൾ എൻ്റെ ചലഞ്ച് ഫോളോ ചെയ്യുന്നുണ്ടല്ലോ. എന്തായാലും നല്ല റിസൾട്ട് ഉണ്ടാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കും. ചെയ്യും. ഓക്കെ, ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കയ്യിൽ നിന്ന് പോകുന്നുണ്ട് ഒരു സ്കിന്നാണ് നിങ്ങൾക്ക് ഉള്ളത്.